നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാകുന്നത്. ചിറയൻകീഴിൽ നിന്നുമാണ് ആ വാർത്ത പുറത്തു വരുന്നത്. സത്യത്തിൽ പാമ്പുകളുടെ മുട്ട വിരിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അടുത്ത മാസത്തോടു കൂടി മൂർഖൻ പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ഈ പാമ്പിൽ നിന്നും കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നമുക്ക് ചില പൊടിക്കൈകൾ ചെയ്താൽ മതിയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്ര പെട്ടെന്ന് നമ്മെ വിട്ടു പോകാൻ കാരണക്കാരിൽ ഒരാൾ നമ്മൾ തന്നെ ആണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ പറയേണ്ടി വരും. അൽജോയുടെ ശരീരം ദഹിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞില്ല, അപ്പോഴേക്കും ആ വീട്ടിൽ വീണ്ടും വീണ്ടും പാമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വാവ സുരേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടുകൂടി അൽജോയുടെ പിതാവ് എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ചേട്ടാ വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ ഇതാ പാമ്പ് വരികയാണ്, എന്താണ് ചെയ്യേണ്ടത്, ചേട്ടനൊന്ന് വരുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്ന്. വാവ സുരേഷ് കൃത്യമായി പറയുന്നു, കഴിഞ്ഞ 2006 മുതൽ കഴിഞ്ഞ 20 വർഷമായി കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഇങ്ങ് പാറശാല വരെയുള്ള എല്ലാവരോടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. കഴിവിന്റെ പരമാവധി ഇത്തരത്തിൽ ഇപ്പോൾ ചൂട് കൂടുതലായി തന്നെ ഈ നനവുള്ള ഭാഗത്തേക്ക് ഈ പാമ്പിൻ കുഞ്ഞുങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പാമ്പിൻ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച്, കുഞ്ഞുങ്ങൾ ഇപ്പോൾ വലുതാവുന്ന സമയമാണ്, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഈ തള്ളപ്പാമ്പുകൾ ഇരതേടി പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നടക്കാറുണ്ട്. ഈ ഒരു ചൂട് മാറാനായിട്ട് തണുത്ത പ്രദേശങ്ങളിൽ, തണുത്ത മേഖലയിലേക്ക് പാമ്പിൻ കുഞ്ഞുങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അൽജോയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ തലോണിക്കകത്ത്, അതായത് ഈർപ്പം, പൊതുവെ ഒരു ഈർപ്പമുള്ള വീടാണ്, ആ ഈർപ്പമുള്ള വീടിന്റെ തലോണിക്കകത്ത് ആണ് ഈ പാമ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പാമ്പ് തലോണിക്കകത്ത് മാത്രമല്ല, അവിടുത്തെ വരാന്തയിൽ കാണുന്നു, മുറിക്കകത്ത് വീണ്ടും കാണുന്നു, ചുറ്റുപാടും ഒക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവർ വീടിന് ചുറ്റും വനംവകുപ്പ് തീയിടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയാണ്. തീയിട്ടാലും ഏറ്റവും വലിയ പാടെന്ന് പറയുന്നത് ഈ തീയിടുന്നതിന്റെ ചൂട് കാരണം വീണ്ടും ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകൾ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അത് ചാടുക മാത്രമല്ല, വീണ്ടും വീട്ടിലേക്ക് തന്നെ കയറി എവിടെയെങ്കിലും പാത്തിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മാത്രമല്ല, വാവ സുരേഷ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വീടിനകത്തേക്ക് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന അണലി പോലെയുള്ള പാമ്പുകൾ വീടിനകത്ത് നിന്നുമാണ് കുട്ടികളെ കടിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു ഇത്രയും ദിവസങ്ങൾ ചൂട് കൂടുതലായി തന്നെ ആരും കട്ടിലിൽ കിടക്കുന്നില്ല, എല്ലാവരും തറയിൽ വിരിച്ചാണ് കിടക്കാറ്. അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കുക. മാത്രവുമല്ല, പക്ഷികൾക്ക് വെള്ളം വെക്കുന്നത് ഒരു സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പായൽ വളർത്തൽ, അതുപോലെ തന്നെ മീൻ വളർത്തൽ, ഇവയെല്ലാം തന്നെ ഈ തറമട്ടത്തിൽ ചെയ്യാതെ കുറച്ച് പൊക്കി ചെയ്യുക. കാരണം വെള്ളം കുടിക്കാനായി പാമ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വേസ്റ്റ് കൊണ്ട് തട്ടുന്നത്, ഒരു മുയൽ തട്ടുമ്പോൾ ആ വേസ്റ്റ് കഴിക്കാനായിട്ട് എലി വരുന്നു. എലിയുടെ മണം കിട്ടിക്കഴിയുമ്പോൾ പാമ്പ് അവിടേക്ക് വരുന്നു. എലിയെ ഭക്ഷിച്ചതിന് ശേഷം എലിയുടെ മാളം പാമ്പിന്റെ മാളമായി അവ മാറ്റുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ജനലിനോട് ചേർത്ത് പഴയ സൈക്കിൾ, പഴയ വണ്ടി, അതുപോലെ തന്നെ വിറക് അടുക്കി വെക്കുന്നത്, ഇവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. വിറക് അടുക്കി വെക്കുന്നത്, ചെടിച്ചട്ടി അടുക്കി വെക്കുന്നത്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, ഇതൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല, ഇപ്പോൾ ബാത്റൂമിലാണ് ഏറ്റവും കൂടുതലും പാമ്പുകളെ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. പാമ്പുകളിൽ ഇത്തരത്തിൽ കാണുന്നത് നനവ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ആ ഭാഗങ്ങളിലേക്ക് പാമ്പിനെ കാണുന്നതെന്നാണ്. നമ്മുടെ എയർ ഹോൾ വഴിയൊക്കെ ആയിരിക്കും ഈ പാമ്പ് കയറി വരുന്നത്. ചിലപ്പോൾ വാഷ് ബേസിൻ വഴി, പുറത്തേക്കുള്ള ഓപ്പൺ ആയിരിക്കും, അതുവഴിയൊക്കെ കയറി വാഷ് ബേസിനിലൂടെ അകത്തേക്ക് കയറാനുള്ള സാധ്യത ഒക്കെ തന്നെ ഉണ്ടാകും. പാമ്പ് ഈ കൊമ്പ് വഴി കയറി ചിലപ്പോൾ അകത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഭയപ്പെടുത്തുന്ന തരത്തിൽ, ഭീതിജനകമായ തരത്തിലാണ് നമ്മുടെ ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വാവ സുരേഷ് പ്രത്യേകം പറയുന്നുണ്ട്, അൽജോയ്ക്കുണ്ടായ ഒരു അപകടം നമുക്ക് ഇനി ഉണ്ടാകരുതെന്ന് അദ്ദേഹം പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കുമാണ് ചിറയൻകീഴിൽ നിന്നും 8 വയസ്സുകാരനായിട്ടുള്ള ഒരു ആൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കടിയേൽക്കുന്നതും ആ കുട്ടി മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കടമ്പോട് ഉറക്കത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കാവുങ്ങൽ അൽജോയുടെ വീട്ടിൽ കിടപ്പുമുറിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ വെള്ളിക്കെട്ടൻ ഈ വർഗത്തിൽപ്പെട്ട പാമ്പിനെ വീട്ടുകാർ കണ്ടത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. വീണ്ടും മുറികളിലെല്ലാം പരിശോധന നടത്തി. അൽജോയുടെ കടിച്ച പാമ്പിനെ കൂടാതെ സംസ്കാര ദിവസം മറ്റൊരു പാമ്പിനെ കൂടി കണ്ടെത്തിയിരുന്നു. അൽജോയുടെ സഹോദരൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അനോഷിന്റെ രോഗാവസ്ഥയിൽ പുരോഗതി ഉണ്ട്. വെന്റിലേറ്ററിൽ നിന്നും ആ കുഞ്ഞിനെ മാറ്റിയിട്ടുണ്ട്. ഇതിനിടെ ഈ വാണിയമ്പാറ കൊമ്പഴയിൽ വീടിന്റെ ശുചിമുറിയിൽ വെച്ച് 2.5 വയസ്സുകാരനും പാമ്പ് കടിയേറ്റു. മാളിയേക്കൽ വീട്ടിൽ ശ്യാം പീറ്ററിന്റെ മകൻ ഈ ആദത്തിനാണ് പാമ്പ്
കടിയേറ്റത്. വിഷമില്ലാത്ത വെള്ളിവരയൻ ഇനത്തിലുള്ള പാമ്പാണ് കടിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10-നാണ് വീടിനുള്ളിലെ ശുചിമുറിയിൽ നിന്നും കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ അറിയിച്ചത്. അങ്ങനെ ആശ്വാസകരമായ വാർത്ത വരുമ്പോഴാണ് ചിറയൻകീഴിൽ നിന്നും വീണ്ടും പാമ്പ് കടി ഏൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധയ്ക്കും ഇത്തരത്തിലുള്ള പാമ്പ് കടി ഏറ്റിരുന്നു. അത് കിളിമാനൂരിൽ നിന്നാണ് പാമ്പ് കടിയേറ്റത്. അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ അവിടെയും ഇവിടെയും കേൾക്കുന്നു എന്നല്ല, പാമ്പ് എല്ലായിടത്തും വരാം. കാരണം അതിൻ്റെ ഒരു കുഞ്ഞിനെ പെറ്റുപിരുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തും ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാവാ സുരേഷ് പറയും പോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ വീടും പരിസരവും ഒന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ കിച്ചൺ കബോർഡുകളൊക്കെ തന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് തുറന്ന് നോക്കുക. കാരണം നമ്മൾ അധികം തുറന്ന് നോക്കാത്തതാണ്. സ്റ്റോർ റൂമുകളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെയൊക്കെ തന്നെ പാത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത് അങ്ങനെ നമുക്ക് ചെറിയ കാര്യമാണ് എന്ന് പറഞ്ഞ് കളയാൻ ഒരിക്കലും കഴിയില്ല എന്നുകൂടി നിങ്ങളെ ഓർക്കേണ്ടതാണ്.